അതിനതാ വഞ്ചിയിൽ ഇങ്ങനെ തുഴഞ്ഞുകൊണ്ട് പോവുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഇപ്പൊ നല്ല സ്പീഡായിട്ടുണ്ട്. നോക്കേ സിദ്ധു, ഇങ്ങോട്ട് നോക്കേ സിദ്ധു, കൊള്ളാമോ? അങ്ങനെ നമ്മൾ കുമ്പളത്താണ്. ഇന്നലെ വന്നതാണ്. ഇന്ന് നമ്മൾ രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. രാവിലെ കാപ്പിയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇന്നലത്തെ രാത്രിയൊക്കെ നല്ല ചൂടായിരുന്നു കേട്ടോ. ചൂടും ഉണ്ടായിരുന്നു, കൊതുകും ഉണ്ടായിരുന്നു. പക്ഷേ രാവിലെ ആയപ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ചെറുതായിട്ടൊന്ന് മഴ ചാറിയിട്ടുണ്ട്. ചെറിയൊരു തണുപ്പും കുറച്ച് നേരത്തേന് കിട്ടും. ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേന് ചൂട് കൂടും. ഇവിടുത്തെ ചൂടെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. അപ്പം രാവിലെ ഇവിടുത്തെ അന്തരീക്ഷമൊക്കെ ഉണ്ട്. ഞങ്ങൾ ആദ്യം വന്ന സമയത്ത് ഈ പ്ലാവൊക്കെ ചെറുതായിരുന്നു. ഇപ്പോൾ ഏകദേശം അതിൽ ചക്ക പിടിക്കാറായി. അപ്പോൾ ഒരു 2 വർഷത്തിന് ശേഷം അത് റെഡി ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നു. ഇവിടെ മതിലൊക്കെ കെട്ടി ഗേറ്റൊക്കെ ഇട്ടു, എല്ലാം സെറ്റായി. രാവിലെ എല്ലാവരും എണീറ്റ് നമ്മുടെ വീട്ടിലേക്ക് വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ്. എല്ലാവരും ഒത്തുചേരുമ്പോൾ ഒരു സന്തോഷമല്ലേ. പിന്നെ ഞങ്ങളുടെ സുഹൃത്തിനെ പരിചയപ്പെട്ടില്ലല്ലോ. പുള്ളിക്കാരൻ എറണാകുളം പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഞങ്ങൾ വരുന്നത് പ്രമാണിച്ച് ഇന്ന് ലീവൊക്കെ എടുത്ത് ഞങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തിയിരിക്കുകയാണ്. പിന്നെ ഇവർ 3 പേരും ഒരിടത്ത് കൂടിയാലുള്ള അവസ്ഥ പറയേണ്ട കാര്യമില്ലല്ലോ. കാണുമ്പോൾ തന്നെ മനസ്സിലാവും. 3 പേരും പെട്ടെന്ന് തന്നെ കൂട്ടായി. പിന്നെ കളിപ്പാട്ടത്തിൻ്റെ ഒരു കൂമ്പാരം തന്നെ മുന്നിലങ്ങ് ഇട്ടു കൊടുത്തു. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ ഒരിടത്ത് ഇരുന്ന് തന്നെ കളിച്ചുകൊണ്ടിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പിണക്കങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇവിടെയാണ് എൻ്റെ സുഹൃത്തിൻ്റെ കുടുംബ വീട്. ഇത് കാണാൻ നല്ല രസമാണ്. ഞങ്ങൾ വരുമ്പോഴെല്ലാം ഇവിടെയാണ് വന്നിരിക്കുന്നത്. കാരണം എന്തെന്നോ, ഈ വീടിൻ്റെ ചുറ്റും കായലാണ് കേട്ടോ. കാണാൻ കണ്ടൽക്കാടും കായലും കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഞാൻ ഈ കുടുംബ വീട്ടിൽ വരും. അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇതാ കായൽ കാണിച്ചു തരാം ഞാൻ. കണ്ടോ, ചുറ്റും കായലാ ഈ വീടിൻ്റെ. ചുറ്റും കായല, എന്ത് ഭംഗിയാന്ന് നോക്കിയേ. ഇവിടേക്ക് അവർ മീൻ പിടിക്കാനൊക്കെ പോകും. ഇവരുടെ വീടിൻ്റെ ചുറ്റും ഇതുപോലെ കായലാണ്. കണ്ടൽക്കാടും ചുറ്റുമുണ്ട്. കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. പച്ചപ്പും കായലും എല്ലാം കൂടെ ചേർന്ന് ഒരു മനോഹരമായ കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ഈ ദ്വീപിൻ്റെ നടുക്കായിട്ട് ഇവരുടെ ഒരൊറ്റ വീട് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവരുടെ വീടിൻ്റെ മുൻവശത്തൊരു ചെമ്മീൻ കെട്ടുമുണ്ട്. ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇവിടെ വരുന്നവരാണ്. എന്നാൽ അമ്മയും എല്ലാവരുമായിട്ട് ഇപ്പോഴാണ് വന്നത്. അവർക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ഒരു സന്തോഷമായിരുന്നു. അവരുടെ ജീവിതത്തിലൊന്നും ഇങ്ങനെയുള്ള കാഴ്ചകളൊന്നും കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ വന്നാൽ വഞ്ചിയിൽ കയറാതെ ഞങ്ങൾ പോകില്ല കേട്ടോ. വേറെ ഒരിടത്തും ഞങ്ങൾക്ക് വഞ്ചിയിൽ കയറാൻ പറ്റില്ല. ഇവിടെ വരുമ്പോൾ നമുക്ക് ധൈര്യമായി വഞ്ചിയിൽ കയറാം. ഇത്തവണ ഞങ്ങൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് വഞ്ചിയിൽ പോവുകയാണ്. ഞങ്ങൾക്ക് നീന്താൻ ഒട്ടും അറിയില്ല. എന്നാൽ നീന്തൽ അറിയാവുന്ന ഒരുപാട് പേർ ചുറ്റുമുണ്ട്. ആ ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ ഈ വഞ്ചിയിൽ കയറിയത്. അനങ്ങല്ലേ, അമ്മയെ നോക്കിയിരി. ഒരു കണ്ടൽക്കാടൊക്കെ ഉണ്ട്. ഇതല്ലേ കണ്ടൽക്കാട്? ചെളിയാവട്ടെ, കുഴപ്പമില്ല. അതിനതാ വഞ്ചിയിൽ ഇങ്ങനെ തുഴഞ്ഞുകൊണ്ട് പോവുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഇപ്പൊ നല്ല സ്പീഡായിട്ടുണ്ട്. നോക്കേ സിദ്ധു, ഇങ്ങോട്ട് നോക്കേ സിദ്ധു, കൊള്ളാമോ? അനങ്ങല്ലേ, അനങ്ങല്ലേ, അങ്ങനെ ഇരിക്കണം. എൻ്റെ അമ്മയെ വീഴുന്നു കണ്ടോ. അങ്ങനെ വഞ്ചിയിൽ കയറണം എന്നുള്ള ആഗ്രഹം അവൻ അങ്ങ് സാധിച്ചു കൊടുത്തു. മുട്ടോളം വെള്ളമുള്ള സ്ഥലത്താണ് വഞ്ചി ഇപ്പോൾ നിർത്തിയിരിക്കുന്നത്. അധികം ആഴമുള്ള സ്ഥലത്തോട്ടൊന്നും പോയില്ല. നമ്മൾ അധികം റിസ്ക് എടുക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ ആകുമ്പോൾ കുഴപ്പമില്ല. മറിഞ്ഞാലും നമുക്ക് ഇറങ്ങി നിൽക്കാനുള്ള ആഴം മാത്രമേ ഉള്ളൂ. മീൻ പിടിക്കാൻ വേണ്ടി വല ഇട്ടുകൊണ്ടിരിക്കുകയാണേ. കണ്ടോ, അങ്ങനെ മീൻ പിടിക്കാൻ കൂടി വലയും കൂടെ ഇട്ടു കേട്ടോ. എത്രത്തോളം മീൻ കിട്ടുമെന്ന് അറിയില്ല. ഇവർ ഇട്ട ഉടനെ വല എടുക്കും. ഇവിടെ എപ്പോഴും മീൻ ഉള്ള സ്ഥലമാണ്. ഇതൊരു പൊഴിയാണ്. കടലും കായലും ചേർന്നുള്ള ഒരു സ്ഥലമാണ്. ചുറ്റും കണ്ടൽക്കാട് ഇങ്ങനെ കാണാൻ സാധിക്കും. അതൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. 5-10 മീനുണ്ട്. മീൻ പിടിക്കാൻ പോവുക.
നീ അമ്മാമ്മേരെ കൂടെ അങ്ങ് പോണേ. ഇനി അങ്ങ് പൊക്കോ, വീട്ടിൽ നിക്ക്. ആ തോർത്തല്ല, അങ്ങ് അമ്മാമ്മേരെ കൂടെ പോ. നോക്ക് ഏത് പുറത്തിടണ ഈ കന്നാസ്. മാറി എണീക്കല്ലേ. നിക്ക് പേടിക്കണ്ട അനകല്ലേ. അങ്ങനെ അവനെ കരക്കെത്തിച്ചു. ഇനി ഇവനെയും കൊണ്ട് പോയാൽ മീൻ പിടിക്കുന്നത് നടക്കില്ല. അതുകൊണ്ട് ഞാൻ ഇനി മീൻ പിടിക്കാൻ വേണ്ടി പോവുകയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ വഞ്ചിയിൽ കയറി മീൻ പിടിക്കാൻ പോകുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഉള്ളവർ അവരുടെ വീട്ടാവശ്യത്തിനുള്ള മീനെല്ലാം ഈ കായലിൽ നിന്ന് തന്നെയാണ് അവർ എടുക്കുന്നത്. മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ, കണ്ടോ? അയ്യോ, ഇതിന്റെ പേരെന്താ? കണമ്പ്. നമ്മൾ കാരയെന്ന് പറയും. നമ്മുടെ കടലിൽ നിന്ന് പിടിക്കുന്ന മീനാണിത്. നമ്മൾ കാരയെന്ന് പറയും, ഇവിടെ വറ്റയെന്നാ പറയുന്നത്. അതും കിട്ടിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ മീൻ എന്താണെന്ന് മനസ്സിലായോ? ഇതാണ് ജെല്ലി ഫിഷ്. ഇത് നീരാളിയെ പോലെ ഇരിക്കും. ഇതിൻ്റെ വലുതാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതിൻ്റെ ചെറുതാണ് ഞാനിപ്പോൾ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് നല്ല ജെല്ല് പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. ചില ജെല്ലി ഫിഷുകൾ കയ്യിലെടുക്കുമ്പോൾ ചൊറിയുമെന്നാണ് പറഞ്ഞത്. ചൊറിഞ്ഞാലും കുഴപ്പമില്ല, ഒന്ന് എടുത്തു നോക്കാമെന്ന് കരുതി. എന്തായാലും അത് കയ്യിലെടുത്തപ്പോൾ ജെല്ല് പോലെ ഇരിക്കുന്ന ഒരു സാധനമായിട്ടാണ് തോന്നിയത്. ജീവനുണ്ടെന്നേ തോന്നിയില്ല. എന്നെ കരയ്ക്കാക്കിയതിന് ശേഷം ഇനി അടുത്ത സ്റ്റെപ്പ് മീൻ പിടിക്കാൻ വേണ്ടി പോവുകയാണ്. ഇങ്ങനെ 2-3 പ്രാവശ്യം വല എറിഞ്ഞാലേ അവർക്ക് ആവശ്യത്തിനുള്ള മീൻ കിട്ടത്തുള്ളൂ. ഒരാളെ ബോട്ടിൽ കയറ്റിയപ്പോൾ മറ്റൊരാളെ മിസ് ചെയ്തു. പതിയെ ആരും അറിയാതെ ചെന്ന് ചോദിക്കുക, മാമ എന്നെയും കൂടെ ബോട്ടിൽ കയറ്റുമെന്ന്. അങ്ങനെ അവൻ്റെ ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുത്തു. ഇവൻ ഇങ്ങനെ ബോട്ടിലിരുന്ന് വരുന്നത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ കടന്നുകൂടിയ ഒരു കഥാപാത്രമുണ്ട്, പഞ്ചാരക്കുഞ്ചു. ആ വഞ്ചിയിലിരുന്ന് വരുന്ന വരവ് കണ്ടപ്പോൾ അങ്ങനെയല്ലേ തോന്നുന്നത്. വൈകുന്നേരം ഒരു 4 മണിയോടുകൂടി ഞങ്ങൾ തിരികെ പോകാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. ഒരു ദിവസമേ നിന്നു എങ്കിലും നമുക്ക് 1 മാസത്തെ ഓർമ്മകളാണ് ഇവിടെ നിന്നും കിട്ടിയത്. ഞങ്ങളെല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. Okay. Back up. Okay. അങ്ങനെ കൊച്ചിയോട് യാത്ര പറഞ്ഞ് തിരുവനന്തപുരത്തേക്ക് യാത്രയായി. യാത്രകൾ ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ഇനിയും യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും.